ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ ജീവിതത്തിൽ നന്നായി ആശയവിനിമയം നടത്തുന്നതിന് 4 കാര്യങ്ങൾ ആവശ്യമാണെന്ന് പറയാം. എഴുത്ത്, വായന, സംസാരം, ശ്രവണം. ഇതിൽ ആദ്യത്തെ 3നും കുട്ടിക്കാലം മുതൽക്കേ നമുക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കുവാൻ നമുക്ക് പരിശീലനം ലഭിക്കുന്നില്ല. പൗരാണിക കാലത്ത് എഴുത്തും വായനയും ചുരുക്കമായിരുന്നു. സംസാരവും ശ്രവണവുമായിരുന്നു ആശയവിനിമയത്തിൽ മുഖ്യം. അതുകൊണ്ടാണ് വേദ ഉപനിഷത്തുക്കളെ ശ്രുതികൾ എന്ന് പറയുന്നത്. ഇന്ന് വളരെയധികം പേരും മോശക്കാരായ കേൾവിക്കാരാണ് എന്ന് പറയാം. ഈശ്വരൻ മനുഷ്യന് 2 ചെവികളും 1 നാവും ആണ് തന്നിട്ടുള്ളത്. എന്താണിതിനർത്ഥം? സംസാരിക്കുന്നതിൻ്റെ ഇരട്ടി നാം കേൾക്കുവാൻ തയ്യാറാവണം. പക്ഷേ നാം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കേൾക്കുവാനുള്ള കല നാം അറിഞ്ഞിരിക്കണം. നാം നല്ല കേൾവിക്കാരായി തീർന്നാൽ അത് ജീവിതത്തിൽ വലിയ ഒരു നേട്ടമായിരിക്കും. നമ്മളോട് സംസാരിക്കുന്നവർക്കെല്ലാം അതുകൊണ്ട് സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. ഓരോ സാഹചര്യത്തിലും ശരിയായി പ്രവർത്തിക്കുവാനും പല പ്രശ്നങ്ങളെയും ഒഴിവാക്കുവാനും അത് സഹായിക്കും. വിവേകരഹിതമായ സംസാരം പല പ്രശ്നങ്ങൾക്കും കാരണമാകും. മിക്കപ്പോഴും തെറ്റായ സംസാരത്തിൽ നിന്നാണ് കലഹങ്ങളും വിദ്വേഷങ്ങളും ഉടലെടുക്കുന്നത്. അതിനാൽ നല്ല കേൾവിക്കാരാവുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ, ശ്രദ്ധയോടെ കേൾക്കുവാൻ ഉള്ള മനസ്സുണ്ടാവുക. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.